ഹായ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് മഞ്ചേരി ടൗണിൽ, അതായത് പുതിയ ബസ് സ്റ്റാൻഡ് അതിനടുത്തുള്ള ഉടുപ്പി റെസ്റ്റോറൻറ്റ്, വെജിറ്റേറിയൻ റെസ്റ്റോറൻറ്റാണ്. അവിടുത്തെ അതായത് ഞാൻ രാവിലത്തെ മസാല ദോശയും ചായയും കഴിക്കാൻ വേണ്ടിയിട്ടാണ് വന്നിട്ടുള്ളത്. അതായത് രാവിലത്തെ ചായ പലഹാരം. അപ്പോൾ നമുക്ക് ആ കാഴ്ചകളൊന്ന് കാണാം. മലപ്പുറം ജില്ലയിലെ മഞ്ചേരി ടൗണിൽ പാണ്ടിക്കാട് റോഡ് പുതിയ ബസ് സ്റ്റാൻഡിനടുത്തായിട്ടാണ് ഉടുപ്പി വെജ് റെസ്റ്റോറൻറ്റ്. അപ്പോൾ രാവിലത്തെ കാഴ്ചയാണിത്. രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഞാനിവിടെ വന്നിട്ടുള്ളത്. പ്യുവർ വെജിറ്റേറിയൻ റെസ്റ്റോറൻ്റ് ആണ്. റെസ്റ്റോറൻറ്റിൻ്റെ മുൻഭാഗം. അപ്പോൾ ഞാൻ രാവിലെ ഇവിടെ വലിയ തിരക്ക് വരുന്നതിന് മുമ്പാണ് വന്നിട്ടുള്ളത്. നമുക്ക് വീഡിയോ ഒക്കെ ചിത്രീകരിക്കാൻ കുറച്ചും കൂടി സൗകര്യം അതാണ്. പിന്നെ ഉച്ചയ്ക്കൊക്കെ നല്ല തിരക്കാണ് ഊണിന്. അപ്പോൾ നമ്മൾ രാവിലത്തെ ചായ പലഹാരത്തിന് വേണ്ടിയിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഉഴുന്നുവടയ്ക്കുള്ള മാവ് ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്, കിച്ചണിലാണ്. പിന്നെ ഇതാ ചമ്മന്തി, ചട്നി, സാമ്പാർ, പിന്നെ മസാല ദോശയ്ക്കുള്ള മസാലക്കൂട്ട്, ഇഡ്ഡലി ഇതാ ഇവിടെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ കിച്ചണിലെ കാഴ്ചയാണ് ഇത്. അപ്പോൾ ഇഡ്ഡലി വെന്ത ശേഷം അത് എടുക്കുന്നുണ്ട്. ഇഡ്ഡലി വെന്ത ശേഷം അടർത്തിയെടുക്കുകയാണ്. പിന്നെ ഇവിടെ പൂരിക്കുള്ള മാവ് അത് കുഴച്ച് പിന്നെ അത് ഇനി പരത്തിയെടുക്കുകയാണ് വേണ്ടത്. അപ്പോൾ ഇവിടെ അത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ പൂരിക്കുള്ളതൊക്കെ ഇവിടെ പരത്തി വയ്ക്കുകയാണ്. ഇവിടെ ഉഴുന്നുവട ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആദ്യം തന്നെ തിളച്ച എണ്ണയ്ക്ക് മാവ് കുഴച്ചത് ഇട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ മസാല ദോശയ്ക്കുള്ള ഉഴുന്നുവട, അതായത് മസാല ദോശ ഉഴുന്നുവട, അത് പ്രധാനമാണ് ഇവിടെ. അപ്പോൾ അതിവിടെ റെഡിയായിക്കൊണ്ടിരിക്കുന്നു. ഇവിടെ പൊങ്കൽ അതും തയ്യാറായിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഏതായാലും ഉഴുന്നുവട കോരിയെടുക്കുന്നുണ്ട്. ഇതാ പൊങ്കൽ ഏറെക്കുറെ റെഡിയായി പൊങ്കൽ. അപ്പോൾ ഉഴുന്നുവട ആദ്യം കോരിയെടുത്ത ശേഷം പിന്നെ രണ്ടാമത് ഒന്നുകൂടി എണ്ണയിലിട്ടിട്ട് മൂപ്പിച്ചെടുക്കുന്നുണ്ട്. അതാണ് ഇപ്പോൾ ചെയ്യുന്നത്. അങ്ങനെ ഉണ്ടാക്കുന്നത്. ആദ്യം ഒന്ന് കോരി പിന്നെ അതിന് ശേഷം ഇപ്പോൾ കണ്ടോ നല്ല പോലെ ചുമന്ന് വരുന്നുണ്ട് മൂത്ത്. ഇനിയിപ്പോൾ ഇത് നേരെ കോരിയെടുക്കുക. അങ്ങനെയാണ് ഇവിടെ ഉണ്ടാക്കുന്നത്. അപ്പോൾ അത് കോരിയെടുക്കുകയാണ്. അപ്പോൾ ഉഴുന്നുവട ആദ്യം കുറച്ച് ഉണ്ടാക്കി വയ്ക്കുകയാണ്. പിന്നെ ബാക്കിയുള്ളത് അവിടെ മാവുണ്ട്. അപ്പോൾ കണ്ടോ നമ്മളെ ഉഴുന്നുവട. പിന്നെ നമ്മൾ പൂരി. അപ്പോൾ അതിൻ്റെ ഇടയിൽ തന്നെ പൂരി കഴിക്കാൻ വരുന്ന ഒരാവശ്യത്തിനനുസരിച്ച് ഉണ്ടാക്കി അങ്ങനെ കൊടുക്കുകയാണ്. കണ്ടോ പൂരി അതാണ് ഉണ്ടാക്കുന്നത്. നല്ലപോലെ പൊള്ളച്ച് വരുന്നുണ്ട് പൂരി. അപ്പോൾ പൂരി അത് കോരിയെടുക്കുകയാണ്.
പിന്നെ ഇതാ ഇവിടെ മസാല ദോശ. ഇതിപ്പോൾ എനിക്ക് ഓർഡർ ചെയ്തതാണ്. ഞാൻ മസാല ദോശയാണ് കഴിക്കുന്നത്. അപ്പോൾ ഇതാ മസാല ദോശ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ ഇതാ മസാല ദോശ എനിക്കുള്ളത് എത്തി. ഉഴുന്നുവട എല്ലാം ഉണ്ട്, ചമ്മന്തി, സാമ്പാർ, ചട്നി. അപ്പോൾ നമുക്കുള്ള മസാല ദോശയാണ് വന്നിട്ടുള്ളത്. എന്നാലും മസാല ദോശ നോക്കാം, അതൊന്ന് കഴിക്കാം. നമുക്ക് വട നോക്കാം. വടേൻ്റെ അപ്പോൾ നമ്മൾ പൊങ്കലൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ. മസാല ദോശയും വടയും ചായയും കഴിച്ചു കഴിഞ്ഞു. അപ്പോൾ മസാല ദോശ, വട, പൊങ്കൽ, അത് മൂന്നാണ് ഞാൻ ഇപ്പോൾ ഇവിടുന്ന് കഴിച്ചത്. ഇപ്പോൾ ഞാൻ കഴിച്ചതൊക്കെ വളരെ നന്നായിട്ടുണ്ട്. മസാല ദോശയൊക്കെ നല്ല ടേസ്റ്റ് ഉണ്ട്. പ്രത്യേകിച്ച് ചട്നി, സാമ്പാർ എല്ലാം, പിന്നെ ചമ്മന്തി. അപ്പോൾ രാവിലെ എത്ര മണിക്കാണ്? രാവിലെ 7 മണിക്ക്. 7 മണിക്ക്. പിന്നെ എന്തൊക്കെയാണ് രാവിലെ ഉണ്ടാവുക? രാവിലെ ഇഡ്ഡലി, വട, ഉപ്മാവ്, പൊങ്കൽ, നെയ് റോസ്റ്റ്, മസാല ദോശ. പിന്നെ ഉച്ചയ്ക്ക് മീൽസ് ഉണ്ട്. മീൽസ് അതിൽ ഒരു കൂട്ട്, ഒരു ഉപ്പേരി, അച്ചാർ, പപ്പടം, മുളക്, ഒരു ചമ്മന്തി, പിന്നെ സാമ്പാർ, രസം, പിന്നെ തൈര്, പായസം, അത് എക്സ്ട്രാ. എങ്ങനെ? അത് കൂടാതെ തൈരും പായസം കൂടാതെ 60 രൂപ. 60 ഊണ്. തൈരും പായസം കൂട്ടി 100 ആവും. 100. അങ്ങനെയാണ്. പിന്നെ വൈകിട്ട് എങ്ങനെ? വൈകുന്നേരത്ത് ദോശ ഐറ്റംസ് ഒരുപാട് ഐറ്റങ്ങളുണ്ട്. തട്ടിക്കൂട്ടി ദോശ, ശരി. പിന്നെ കാഞ്ചീപുരം ദോശ, നെയ് റോസ്റ്റ്, മസാല ദോശ, പിന്നെ ബട്ടൂര, പൂരി, ചപ്പാത്തി, പൊറോട്ട, പിന്നെ ചൈനീസ് ഐറ്റം, ഫ്രൈഡ് റൈസ്, ഗോബി മഞ്ചൂരിയൻ, അതുണ്ട് വൈകിട്ട്. പിന്നെ എത്ര മണി വരെ ഉണ്ടാവും? 9:30 വരെ. 9:30 അല്ലേ? അതെ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ എനേബിൾ ചെയ്യുക. അപ്പോൾ പുതിയ വീഡിയോ ഇടുമ്പോൾ അതിൻ്റെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും. അടുത്ത പുതിയൊരു വീഡിയോ ഇട്ട് ഉടൻ തന്നെ വരുന്നതായിരിക്കും. ടിൽ ദെൻ, ഗുഡ് ബൈ.